ഒയാസിസ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നാം ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മാജിക്കൽ റിയലിസം ഇൻ ദ ബൈബിൾ. ബൈബിളിലെ മാജിക്കൽ റിയലിസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബൈബിൾ എന്ന പുസ്തകം നമ്മളുടെ ജീവൻ്റെ ആധാരമാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഏക പുസ്തകമാണ് ബൈബിൾ. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതവുമായി നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പുസ്തകം തന്നെയാണ് ഈ ബൈബിൾ. ബൈബിളിലെ മാജിക് റിയലിസത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ബൈബിളിൽ പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള മാജിക്കൽ റിയലിസത്തെ പറ്റി ചിന്തിപ്പാനായി കഴിഞ്ഞു. ഈ മാജിക്കൽ റിയലിസം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ലിറ്റററി ജോണർ തന്നെയായിരുന്നു, ഒരു സാഹിത്യ രൂപം തന്നെയാണ്. അങ്ങനെ മാജിക്കൽ റിയലിസം ഉപയോഗിക്കുന്നതിലൂടെ അസാധാരണമായ സംഭവങ്ങളും കർത്താവിൻ്റെ ഉയർപ്പ്, അതുപോലെ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്, യഹസ്കേൽ കാണുന്ന സ്വപ്നം, പച്ചവെള്ളം വീഞ്ഞാക്കുന്നത്, ലാസറിൻ്റെ ഉയർപ്പ്, ഇതെല്ലാം ബൈബിളിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. മാജിക്കൽ റിയലിസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് റിയലിസ്റ്റിക് വ്യൂ ഓഫ് ദ വേൾഡ്. ലോകത്തിന് എപ്പോഴും ഒരു യാഥാർത്ഥ്യ മുഖമുണ്ട്. ഈ ലോകത്തിന് എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുഖമുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മാജിക്കൽ എലമെൻസുമായി ചേർത്ത് ചിന്തിക്കുന്നതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. സാധാരണ കാര്യമായിരിക്കും, ഓർഡിനറി സെറ്റിംഗ് ആയിരിക്കും, പക്ഷെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ യേശു ഉയർത്തു എന്നൊരു സാധാരണ കാര്യമായി നമുക്ക് പറയാൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് എക്സ്ട്രാ ഓർഡിനറിയായി അസാധാരണമാം വിധത്തിൽ ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന സാഹിത്യ രൂപം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. മാജിക്കൽ റിയലിസത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റുകൾ അവിടെ ഉപയോഗിക്കാറുണ്ട്, പ്രകൃത്യാതീതമായ കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കാറുണ്ട്, മിത്തിക്കൽ എലമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്, അതായത് മിത്തുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മാജിക്കൽ റിയലിസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, കീ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓർഡിനറി സെറ്റിംഗ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി എലമെൻറ്റ്സ് ആണ്. ഓർഡിനറി സെറ്റിംഗ് ആയിരിക്കും, ഒരു സാധാരണ സെറ്റിംഗ് ആയിരിക്കും, പക്ഷെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമായിരിക്കും. ഗബ്രിയേൽ എന്ന ദൂതൻ മറിയത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, മറിയം എന്നൊരു സാധാരണ സ്ത്രീ അവിടെ നിൽക്കുന്നു, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രത്യക്ഷത്തിന് തന്നെ കൃത്യമായ ഒരു മാജിക്കൽ എലമെൻ്റ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മാജിക്കൽ റിയലിസം എന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രൂപം തന്നെയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിൻ്റെ 100 Years of Solitude എന്ന് പറയുന്ന നോവൽ, അതുപോലെ തന്നെ സൽമാൻ റഷ്ദിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന നോവൽ, ടോണി മോറിസൻ്റെ ബിലവഡ് എന്ന് പറയുന്ന നോവൽ, ഈ 3 നോവലുകളിലും, ഇതുകൂടാതെ ധാരാളം നോവലുകൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന ബെൻ ഒക്രിയുടെ ഫാമിഷ് റോഡ് എന്ന് പറയുന്ന ആ നോവലിൽ ഇതുപോലൊരു കൊച്ചു മനുഷ്യൻ, ഒരു സ്പിരിറ്റ് ചൈൽഡാണ്, അബിക്കു എന്നാണ് ആ പയ്യൻ്റെ പേര്. അബിക്കു എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ആകാശത്തൂടെ, മരങ്ങൾക്കിടയിലൂടെ, സമുദ്രത്തിലൂടെ, തോടുകളിലൂടെയൊക്കെ പറന്നു നടക്കുന്ന ചിത്രം അവിടെ ആ ബെൻ ഒക്രിയുടെ ആ പുസ്തകത്തിൽ വായിപ്പാനായി കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് മാജിക്കൽ റിയലിസം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ എവിടെയൊക്കെയാണ് മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും പ്രാരംഭമായി നമ്മൾ പറയുന്നത് മിറക്കിൾസ് ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ, അത്ഭുതങ്ങൾ, അതുപോലെ ദൈവിക ഇടപെടലുകൾ നടന്നു എന്ന് നമ്മൾ പറയുന്ന പലയിടങ്ങളിലും
ഒരു ഓർഡിനറി ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അതിനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണിക്കേണ്ടതിന് മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ രൂപം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമതായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്ന ചെങ്കടൽ വിഭജനം. മോശ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ വടി നീട്ടുമ്പോൾ വലിയൊരു കടൽ രണ്ടായി മാറുന്ന ചെങ്കടൽ വിഭജനം, അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. അവിടെ കൃത്യമായി മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്ന ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കുന്നൊരു സംഭവം, വാട്ടർ ടേൺസ് ഇൻ ടു വൈൻ, ഒരിക്കലും ഒരിടത്തും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അത്ഭുതം, അവിടെ കൃത്യമായി മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഫീഡിങ് ദ മൾട്ടിറ്റ്യൂഡ്, 4000 പേരെ അല്ലെങ്കിൽ 5000 പേരെ പുരുഷാരത്തെ യേശു അവർക്ക് ആഹാരം കൊടുക്കുന്ന, അവരെ പോഷിപ്പിക്കുന്ന അത്ഭുതം ബൈബിളിൽ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ, അതുപോലെ 15-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപമെന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. ഒന്നാമതായി ഞാൻ പറയുന്നത്, മോശയിലൂടെ ചെങ്കടൽ രണ്ടാകുമ്പോൾ, യേശു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കുമ്പോൾ, അതുപോലെ തന്നെ 5000-ത്തിലധികം വരുന്ന പുരുഷാരത്തെ യേശു പോഷിപ്പിക്കുന്ന ആ അത്ഭുതങ്ങളെല്ലാം പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപമെന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ ഒരുപക്ഷെ എന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബൈബിൾ നിറയെ മാജിക്കാണോ പാസ്റ്റർ എന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 120% സാധ്യത ഞാനതിന് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു കാര്യമല്ല. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി എന്ന് പറയുന്നത്, ഇനി അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും നമ്മളത് വിശ്വസിച്ചിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എഴുത്തിൽ, ഒരു പുസ്തകത്തിൽ, ഒരു ഓർഡിനറി സെറ്റിങ്ങിൽ ഒരു സാധാരണ കാര്യം പറയുമ്പോൾ, ഒരു സാധാരണ കാര്യമാണ് പറയുന്നതെങ്കിൽ തന്നെ അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, ഒരു അസാധാരണമാം വിധത്തിൽ അതിനെ കാണിക്കുന്ന, അതിനെ നമ്മൾ എഴുതുന്ന രീതിക്കാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത്ഭുതങ്ങളെ പറ്റി പറയാൻ, മിറക്കിൾസിനെ പറ്റി പറയാൻ, ദൈവിക ഇടപെടലുകളെ പറ്റി പറയാൻ കൃത്യമായി മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളെ പറ്റി പറയാൻ മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അനൗൺസിയേഷൻ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അരികിലേക്ക് വന്ന് അവളോട് അനൗൺസ് ചെയ്യുകയാണ്, അവളോട് പറയുകയാണ് അവൾ യേശുവിന് ജന്മം കൊടുക്കുമെന്ന് പറയുകയാണ്. ഇത് സാധാരണ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരു ഫീലിംഗും ഉണ്ടാകത്തില്ല. ഒരു ദൂതൻ ഒരു വേഷഭൂഷാദികളൊന്നും ഇല്ലാതെ, വെളിച്ചത്തിൻ്റെ ഒന്നും അകമ്പടി ഇല്ലാതെ, ഒരു സാധാരണ രൂപത്തിൽ ഒരു പാൻറ് ഷർട്ട് വിട്ടൊരു മനുഷ്യൻ വരുന്നത് കൂട്ട് അതേ ലാഘവത്തോടെ വന്ന് ഇത് മറിയത്തോട് സംസാരിക്കുക. പക്ഷെങ്കിൽ വായനക്കാരായ നമുക്ക് കൃത്യമായ ഫീൽ ഉണ്ടാകണമെങ്കിൽ അവിടെ മാജിക്കൽ റിയലിസത്തിൻ്റെ ഈ ടെക്നിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൃത്യമായ രീതി ഫോളോ ചെയ്തെങ്കിലേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ മറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നു എന്ന് പറയുമ്പം തന്നെ നമ്മുടെ ചെറിയ പ്രായം മുതൽ നമ്മൾ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പം തന്നെ ആ ദൂതൻ്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെ ദൂതൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ, സൺഡേ സ്കൂൾ ക്ലാസ്സിലെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ആ ദൂതനെ വർണ്ണാഭമായി വരച്ച് നമ്മുടെ കുട്ടികൾക്ക് അട്രാക്റ്റീവായ രീതിയിൽ നമ്മൾ നൽകാറുണ്ട്. നമ്മൾ എന്തിനാണ് അങ്ങനെ നൽകുന്നത്? കൃത്യമായി കുട്ടികളിലേക്ക് അതിൻ്റെ പിന്നിലെ ഒരു മാജിക്, അതിൻ്റെ പിന്നിലെ ഒരു പവർ കൃത്യമായി ശ്രോതാക്കളിലേക്ക്, അല്ലെങ്കിൽ കേൾവിക്കാരിലേക്ക്, വായനക്കാരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് ഒന്നാമതാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്ന കാര്യം. രണ്ടാമത് യാക്കോബ് കാണുന്ന സ്വർഗത്തോളം എത്തുന്ന കോവേണി, ചരിത്രത്തിൽ ഒരു മനുഷ്യൻ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒരു കോവേണി യാക്കോബ് കാണുന്ന, സ്വർഗത്തോളം എത്തുന്ന കോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു യാക്കോബിൻ്റെ സ്വപ്നം കൃത്യമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം തന്നെയാണ്. അതുപോലെ തന്നെ യെഹസ്കേൽ കാണുന്ന
ദർശനങ്ങൾ. എഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ അദ്ദേഹം കാണുന്ന ദർശനങ്ങളുണ്ട്, വിഷൻസ് ആൻഡ് പ്രോഫസീസ്, ദർശനങ്ങളും പ്രവചനങ്ങളും. അവിടെ എല്ലാം കൃത്യമായി മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട്. എഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്നാണ്. അതിനുശേഷം അദ്ദേഹം കാണുന്ന ധാരാളം കാര്യങ്ങളെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോഴും കൃത്യമായി മാജിക്കൽ റിയലിസം അവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സ്വർഗത്തിലെ വാതിൽ തുറന്നതിന് ശേഷം യോഹന്നാൻ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നത് യോഹന്നാൻ കാണുന്നു. അതിനുശേഷം സ്വർഗത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യോഹന്നാൻ കാണുകയും കൃത്യമായി അത് പകർത്തി വെക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ലിറ്റററി ജോണർ എന്ന് പറയുന്നത്, സാഹിത്യ രൂപം എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. അവസാനമായി ക്രൈസ്തവരുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്, റിസറക്ഷൻ ആൻഡ് അസെൻഷൻ. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന ആ വലിയ കാഴ്ച, ആ വലിയ സംഭവം നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ വിശ്വാസികളുടെ എല്ലാം ആധാരശിലയാണ്, കേന്ദ്രബിന്ദുവാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടും യാതൊരു അർത്ഥമില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പം ധാരാളം ആളുകളുടെ ഉയർപ്പിനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പ് നമുക്ക് ലാസർ മരണത്തിൽ നിന്ന് 4-ാം ദിവസം എഴുന്നേൽക്കുന്ന ലാസറിൻ്റെ ഉയർപ്പിനെ പറ്റി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യഹൂദന്മാരുടെ ഇടയിലെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു 3 ദിവസം കഴിഞ്ഞാൽ ആ ആത്മാവ് ആ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് തിരികെ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. മാർത്ത അവിടെയുണ്ട്, മറിയ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് ഓർത്ത് കരയുന്ന യഹൂദ പുരുഷാരം, ഒരു കൂട്ടം സമൂഹം അവിടെയുണ്ട്. യേശുവിനെ നിശിതമായി വിമർശിക്കുന്ന സദൂക്യരും പരീശന്മാരും ഒക്കെ ഒരു പക്ഷെങ്കിൽ അവിടെ കണ്ടേക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് ലാസറിൻ്റെ ഉയർപ്പിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ലാസറിൻ്റെ ഉയർപ്പിനെ ഒരു സാധാരണ കാര്യമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ലാസറേ പുറത്തുവാ എന്ന വലിയ ശബ്ദം ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ മരിച്ചവൻ പുറത്തു വരുന്ന ആ ഒരു മാജിക്കൽ എലമെൻസ് കൃത്യമായി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ ആ ഒരു കാഴ്ചയുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്ന് യേശു പറയുന്നൊരു സംഭവം നമുക്കറിയാം. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന ആ ഒരു അനുഭവം, അസെൻഷൻ ഓഫ് ജീസസ്, അത് വളരെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായ ആ ചിത്രം പതിയത്തക്ക രീതിയിലാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് അതിനെ വരച്ചു കാട്ടുന്നത്. നമ്മൾ മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ രൂപം എങ്ങനെയാണ് ബൈബിളിലെ വിവിധ ഇടങ്ങളിൽ വിവിധ സംഭവങ്ങളിൽ ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മതപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൃത്യമായി മാജിക്കൽ എലമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാജിക്കൽ എലമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡിനെ, ഒരു സൂപ്പർ നാച്ചുറൽ കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. റിയാലിറ്റിയിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് വരികയാണ്. ചെങ്കടൽ 2ആയി മാറിയത് കഥയല്ല, അത് സത്യമാണ്. അതുപോലെ തന്നെ യഹസ്കേൽ കാണുന്ന സ്വപ്നങ്ങൾ കഥയല്ല, അത് സത്യം തന്നെയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അരികിലേക്ക് വരുന്നത് കഥയല്ല, അത് സത്യം തന്നെയാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാകുന്നത് കഥയല്ല, അത് സത്യം തന്നെയാണ്. യാക്കോബ് കാണുന്ന ഗോവേണി കഥയല്ല, അത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ അത് കഥയല്ല, അത് സത്യം തന്നെയാണ്. ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നത് കഥയല്ല, അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണം കഥയല്ല, അത് സത്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം, എന്തുകൊണ്ടാണ് നമ്മൾ മാജിക്കൽ റിയലിസത്തെ പറ്റി സംസാരിച്ചത്? അതിനൊറ്റ
ഒരൊറ്റ ആൻസറേ ഉള്ളൂ, റിയാലിറ്റി ആയിട്ടുള്ളൊരു കാര്യം. ഒരു യഥാർത്ഥ കാര്യത്തിനകത്ത് നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു യഥാർത്ഥ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാരിലും, നമ്മൾ എഴുതുമ്പോൾ എഴുത്തിലും, കേൾക്കുമ്പോൾ നമ്മുടെ കേൾവിയിലും, കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിലും അതിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിൽ മാജിക്കൽ റിയലിസം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനും നമുക്കൊന്നുകൂടെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും കഴിയും. ആ രീതിയിലാണ് ബൈബിളിലെ ഓരോ സംഭവങ്ങളും പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.